ശ്രീമതി പത്മജ വേണുഗോപാൽ, ഈ ഒരു വിഷയത്തിൽ, അതായത് ടി ജി നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഒക്കെ പറയുന്ന വിഷയം, ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ ശ്രമിച്ചിരുന്നു, ടി ജി നന്ദകുമാർ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നില്ല, ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഇന്ന് പത്രത്തിലൊക്കെ അവരുടെ അഭിമുഖം ഉണ്ടല്ലോ. ഇക്കാര്യത്തിൽ എന്താ പത്മജയുടെ നിലപാട്? അല്ല, അത് ശോഭയ്ക്ക് തന്നെയല്ലേ അറിയുള്ളൂ. ശോഭയല്ലേ ചർച്ച നടത്തിയത്. അപ്പൊ ശോഭ പറയുന്നതിൽ സത്യമില്ല എന്ന് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. അത്രയും 3 തവണ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റേ അതിൽ കള്ളത്തരം നമ്മൾ കാണേണ്ട കാര്യമില്ല. പക്ഷെ ജാവേദ്കറും ഇദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞാൽ 2 പാർട്ടിയിലത്തെ നേതാക്കന്മാർ കണ്ടേന് ഇതൊരു അർത്ഥം മാത്രം കൊടുക്കരുത്. കാരണം എൻ്റെ പിതാവിൻ്റെ കാര്യം എനിക്കറിയാം. അദ്ദേഹത്തിന് എല്ലാ പാർട്ടിയിലത്തെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ഏറ്റവും അടുത്ത മാർക്സിസ്റ്റ് നേതാക്കളുണ്ട്, എല്ലാവരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എത്രയോ തവണ വീട്ടിൽ വരാറുണ്ട്, കാപ്പി കുടിക്കാറുണ്ട്. അങ്ങനെ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഇതാണ്. ഏത് നേതാക്കളായാലും ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കണ്ടി വരും അധികാരത്തിലിരിക്കുന്നവർ. ഇതൊക്കെ എന്തൊരു തെറ്റ് എന്ന് പറയണത് എനിക്ക് മനസ്സിലായില്ലേ 2 ദിവസമായിട്ട്. ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലൊക്കെ എത്രയോ പേര് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട് എതിരെ പാർട്ടിയിലുള്ള, പക്ഷെ അവരൊക്കെ ആയിട്ട് ഭയങ്കര വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എൻ്റെ പിതാവ്. പത്മജ എന്താ പറഞ്ഞു വരുന്നത്? ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് നുണയാണെന്നാണോ? അല്ല, ശോഭ പറഞ്ഞ് ശരിയായിരിക്കും. ശോഭയ്ക്കല്ലേ അറിയാ. ശോഭേനെ 3 പ്രാവശ്യം കണ്ടു എന്ന് ശോഭ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കള്ളത്തരം കണ്ട കാര്യം എന്താ? അത് പറയുമ്പോൾ തന്നെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ അപാകതയില്ല എന്ന് പത്മജ പറയുന്നതിന്റെ കാര്യം അതിപ്പോഴും ഞാൻ അതിൽ ഉറച്ചു വെക്കണു. കാരണം ഒരാളെ ഇപ്പൊ ജാവേദ്കറിനെ കാണാൻ പോയി എന്ന് പറഞ്ഞു. ജാവേദ്കറിനെ കാണുന്നതിൽ എന്താ തെറ്റ്? ജാവേദ്കർ അങ്ങനെ കാണാൻ പാടില്ലാത്തൊരു വ്യക്തിയൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് 2 പാർട്ടിയിലുള്ളവർ കാണുമ്പോൾ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഇപ്പൊ പുതിയ തുടങ്ങിയ പ്രവണതയാണ്. അതായത് ഇപ്പം നമ്മൾ അടുത്ത ആൾക്കാർ പോലും ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ പാർട്ടി മാറിയിച്ചിട്ട് പലരും പേടിച്ചു വരില്ല. അപ്പോഴേക്കും നേതാക്കന്മാർക്ക് പിടിക്കില്ല. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പണ്ട് ഇ.കെ. നായനാർ സാറും എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാപ്പിടിച്ചിട്ടുണ്ട്. അത് വലിയ രാഷ്ട്രീയം ഉണ്ടോ? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ നാളെ ബി ജെ പിയുമായി ഒരാൾ ചർച്ചയ്ക്ക് വരുമോ എന്നുള്ള വിഷയമാണോ ആശങ്കപ്പെടുത്തുന്നത്? അതൊന്നുമല്ല. വരണം എന്നുള്ളവർ തീർച്ചയായിട്ടും വരേണ്ടി വരും. കാരണം കോൺഗ്രസിന്റെ സ്ഥിതി അറിയാം. ഇനി അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് നല്ല രീതിയിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ രാഷ്ട്രീയം ആയിട്ട് ഇതുള്ളവർ കുറച്ച് കഴിഞ്ഞാൽ വരും. അതിനാരും വിളിക്കേണ്ട കാര്യമില്ല. വിളിക്കാണ്ട് തന്നെ വരും. ഇതിനകത്ത് തുറന്നുവിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് ഇ പി ജയരാജൻ ഈ ബോംബ് പൊട്ടിച്ചതെങ്കിൽ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അതെങ്ങനെയാണ് ബാധിക്കുക എന്ന റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് കേൾക്കൂ പത്മജ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP LDFനെ സഹായിക്കാം എന്നുള്ള നിലയിൽ ഒരു ഓഫർ കൊടുത്തു എന്നുള്ളതാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇനിയും 2 വർഷം ഉണ്ടെങ്കിൽ പോലും ആ 2 വർഷക്കാലം ചർച്ച ചെയ്യാനുള്ള വകുപ്പാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തർ പറയുന്നത്. ഇതൊക്കെ ഇവരുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? അവർ തെളിവ് പുറത്തുവിട്ടെ. അപ്പൊ നമുക്കറിയാലോ. ഇത് നമ്മളൊക്കെ കേട്ട് തുടങ്ങിയിട്ട് കാലം കുറയും, ഇപ്പോഴൊന്നുമല്ല. ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എത്രയോ കാലമായി. പക്ഷെ അതിലൊന്നും ഈ പറഞ്ഞ മാതിരി ആർക്കും ഒരു ഇത് പറയാൻ പറ്റണില്ല. കണ്ടു ഇതായെന്ന്. ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ കള്ളത്തരം എന്തിനാ കാണണേ? അവർക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് ഗുണം? സാധാരണഗതിയിൽ കേരളത്തിലെ ഇങ്ങനെ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതൊക്കെ വളരെ അപൂർവമായി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താങ്കളുടെ പിതാവിൻ്റെ കാലഘട്ടത്തിൽ ലോനപ്പൻ നമ്പാടൻ മാറി, TK ഹംസ മാറി. ഇതൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകളുടെ പശ്ചാത്തലത്തിലൊന്നും ആയിരുന്നില്ല എന്നാണ് അവർ പറയാറുള്ളത്. ഇവിടെ പക്ഷേ ഓഫറുകളാണ്. ഈ ഓഫറുകൾ വരിക, എന്നിട്ട് 85%, 90%, 95% എന്നൊക്കെ പറഞ്ഞ് അവിടെ 95-ൽ അവസാനിക്കുന്നു ചർച്ചകൾ എന്ന നിലയിലൊക്കെയാണ് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. ഇതെല്ലാം പറയുന്നതല്ലേ. ഇതൊക്കെ പറയുന്നതിന് ഇതിനൊക്കെ തെളിവുണ്ട്. എന്ത് വേണമെങ്കിലും ആർക്കൊന്നും പറയാന്നുള്ള ഒരു നില വന്നിട്ടുണ്ട് രാഷ്ട്രീയത്തില്. ഒരു മിനിറ്റ് രാഷ്ട്രീയത്തിൽ എന്തും പറയുന്ന ഒരു നിലയാണ്. കാരണം എന്തും പറയാമെന്ന നില എന്ന് പറയുമ്പോൾ അത് ശോഭാ സുരേന്ദ്രനാണ് എന്തും പറയുന്നത്. അല്ലല്ലോ.
അപ്പുറത്തും ഇപ്പുറത്തും ഒരാൾ മാത്രം ഇതായ വായ തുറന്ന പ്രശ്നം അല്ല, ഉണ്ടാവില്ല. പി ജയരാജൻ അങ്ങ് അപ്പുറത്ത് നിരാകരിക്കുകയാണ്. പെൺകുട്ടിയല്ലേ? ഞാൻ വളരെ കാഷ് ഇപ്പൊ പത്മജ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ എൻ്റെ മകന്റെ ബർത്ത്ഡേ ദിവസം ജാവദേക്കർ വരുന്നു, പരിചയപ്പെടാനാണ് വന്നതെന്ന് പറയുന്നു, ചായ കുടിച്ചിട്ട് പോകണമെന്ന് പറയുന്നു, വേണ്ട ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറയുന്നു, അവർ ഇറങ്ങിപ്പോയി. അത് പത്മജ പറഞ്ഞ പോലെ സ്വാഭാവികമായി ഏത് രാഷ്ട്രീയ ഇപ്പോൾ സാധാരണഗതിയിൽ ഗസ്റ്റ് ഹൗസുകളിലോ അല്ലെങ്കിൽ വിമാനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിനിലോ വെച്ചൊക്കെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും അപ്പുറത്തെ കുപ്പയാണെങ്കിലും പോയി കാണുന്ന രീതിയുണ്ടല്ലോ. ഇത് അതെ, ആ രീതിയാണെങ്കിൽ പിന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നതല്ലേ കള്ളം? അല്ല, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും വരും, എല്ലാ പാർട്ടിക്കാരും വരും. അന്ന് O രാജഗോപാൽ വരാറുണ്ട്, എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ വരും. കാരണം ചിലവർക്ക് വ്യക്തിബന്ധങ്ങൾ കൂടുതലായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചിലവർക്ക് അതില്ല, ചിലവർ രാഷ്ട്രീയമായിട്ട് മാത്രം കാണുന്ന ആൾക്കാരാണ്. ഈ കണ്ടതിൽ തെറ്റുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ആരെ? ജാവേദ്കറിനെ. ശോഭാ സുരേന്ദ്രനെ കണ്ട് എന്താ പറഞ്ഞതെന്ന് ശോഭാ സുരേന്ദ്രന് മാത്രമേ അറിയുള്ളൂ. അല്ല, ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയിൽ ആധികാരികമായി ഇപ്പോൾ പത്മജ വേണുഗോപാലിന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്താൻ. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നൊക്കെ തന്നെയും സ്വന്തം പാർട്ടിയിലേക്ക് ആളെ കൂട്ടും. അങ്ങനെയാണ് ബി ജെ പി ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത കേന്ദ്രങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ആളെ എത്തിക്കുക, പ്രധാനമായും കോൺഗ്രസിൽ നിന്നാണ് ആളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ഞാൻ ചോദിക്കണേ, എന്തിനാ ബി ജെ പിനെ മാത്രം പറയണേ? മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യണില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇപ്പം എത്ര പേര് പോയി കോൺഗ്രസ് നിന്ന്? എല്ലാവരും പറയുകയാണെങ്കിൽ അല്ല, ശ്രീമതി പത്മജ, അക്കാര്യത്തിലൊരു വ്യത്യാസമുണ്ട്. അതായത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് വിടുന്നവർക്ക് ബി ജെ പിയിലേക്ക് പോകാതിരിക്കാനുള്ള അവസരമൊരുക്കുക എന്ന നിലയിലാണ് കോൺഗ്രസ് വിടുന്നവരെ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്. അതേസമയം ബി ജെ പി അതല്ല ചെയ്യുന്നത്. ബി ജെ പിക്ക് അവരുടെ സ്വാധീന കേന്ദ്രങ്ങളല്ലാത്ത ഇടങ്ങളിൽ അവർ കൃത്യമായി പോച്ചുകയാണ് ചെയ്യുന്നത്. ആളുകളെ പണം കൊടുത്തും ആളുകളെ പദവികൾ കൊടുത്തും കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തും ഒക്കെയാണ് ആളുകളെ കൊണ്ടുവരുന്നത്. ഈ രീതി ഇവിടെ പക്ഷേ ഇനി മേലാൽ നടക്കാത്ത വിധത്തിലായിപ്പോയോ ഈ ശോഭാ സുരേന്ദ്രന്റെ ഈ വെളിപ്പെടുത്തലുകൾ? അങ്ങനെയൊന്നുമില്ല, വരേണ്ട ആൾക്കാർ എപ്പോഴായാലും വരും. ഇതൊക്കെ 1-2 ദിവസം നിൽക്കുമായിരിക്കും അല്ലേ? വേറെ ന്യൂസ് കിട്ടുമ്പോൾ നിങ്ങളും അതിന്റെ പിന്നാലെ പോവും. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ആരും ഓർക്കണമെന്നില്ല. ഇങ്ങനെ പലതും പറയും. ബി ജെ പിയിലേക്ക് വരേണ്ടവർ വന്നിരിക്കും, അത് വരികയും ചെയ്യും ഇലക്ഷൻ കഴിഞ്ഞാൽ. നമുക്കിനിയിപ്പോൾ 1 മാസം കാത്തിരുന്നാൽ മതിയല്ലോ എന്താ സംഭവിക്കണേന്ന് കാണാൻ വേണ്ടി. ഈ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരുമെന്ന് പത്മജ നേരത്തെ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം ഒന്നാമത് ഞാൻ കോൺഗ്രസിൽ ഉറച്ചു നിന്ന ഒരാളായിരുന്നു. ആ വഴിക്കൊന്നും എൻ്റെ ശ്രദ്ധ തന്നെ പോയിട്ടില്ല ഒരു കാലത്തും. തീരെ സഹിക്കാണ്ട് ഈ പാർട്ടിയുടെ ചവിട്ടും കുത്തും അപമാനം സഹിക്കാണ്ട് പോന്നതാണ് ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ആളാണ് ഒരു കാലത്ത്. പിന്നെ എനിക്ക് തോന്നി എന്തിനാ ഇവരുടെ മുമ്പിൽ അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണോ സാധാരണഗതിയിൽ കാര്യങ്ങൾ നടക്കുക? അതായത് നമുക്കൊരു ഓഫർ വെക്കുക, ആ ഓഫർ നമ്മൾ കൂട്ടി പറയുക, ഇന്ന കിട്ടിയ കാലം മാത്രമേ വരുള്ളൂ എന്ന് പറയുക, എന്നിട്ട് അവസാനം ഒരു ധാരണ ഡൽഹിയിൽ വെച്ച് ഫൈനൽ ക്ലോസിംഗ് ഡൽഹിയിൽ വെച്ച്, അങ്ങനെയാണോ അത് നടക്കാറുള്ളത്? എൻ്റെ അടുത്ത് ഞാൻ ആരും ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. എനിക്കങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായില്ല. പക്ഷെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഞാൻ പോകുന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. എനിക്ക് ഈ പാർട്ടി വേണ്ട എന്ന് എനിക്ക് ഒരു ഓഫറും കിട്ടി പോയ ആളല്ല ഞാൻ. ഒരു ഓഫറും കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇലക്ഷൻ നിൽക്കാൻ ആഗ്രഹിച്ച തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത് ആൾക്കാരെ സഹായിച്ച് മതി. അപ്പം എന്തെങ്കിലും ഇത് കിട്ടിയാൽ നമുക്ക് ജനങ്ങളെ സഹായിക്കാമല്ലോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. അതിനു വേണ്ടി മാത്രമാണ്. കാരണം ഞാൻ ജനിച്ചപ്പോൾ MLA യുടെ മകളാണ്. ഞാൻ കണ്ടത് മുഴുവൻ അധികാരങ്ങളെക്കാൾ കൂടുതൽ അതിൻ്റെ ദോഷങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിനോടൊന്നും വലിയ ആഗ്രഹം എനിക്കില്ല. അത് പറഞ്ഞ് എന്നെ ചെറുതാക്കുവരുത്, അത്രയേ ഉള്ളൂ. എനിക്ക് അതൊക്കെ പറയും. ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചാണ് കോൺഗ്രസ്സുകാരുടെ നിന്ന്. എന്തും ഇനിയും പറയും അവർ, പറഞ്ഞോട്ടെ. എന്ത് പറഞ്ഞാലും ഞാൻ അനുഭവിച്ച വേദനയുടെ 100-1 ശരി പത്മജ, അവസാനമായിട്ട് തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുന്നത് പത്മജ? ആരാണ് ജയിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് നല്ല എഡ്ജുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ട സ്ഥലങ്ങളിലൊക്കെ, ഞാൻ വോട്ട് ചെയ്യാൻ നിന്ന സ്ഥലത്ത് പോലും നിന്ന സ്ത്രീകളെല്ലാം സുരേഷ് ഗോപിക്കാണ് വോട്ട്. ഒരു വോട്ട് പോലും അതിൽ പാഴായി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഇവരെല്ലാം സുരേഷ് ഗോപിക്കാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞൊരു വ്യക്തിയോടുള്ള ആരാധനയുണ്ട്, രണ്ടുമുണ്ട്. BJP ആണ് താനും എന്ന അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള ആരാധനയും എല്ലാവർക്കും ഉണ്ട്. അവിടെ അദ്ദേഹത്തിലൊരു വിശ്വാസമുണ്ട് എന്തെങ്കിലും നടക്കും. അവർ ഇത്രയും കാലം LDF-നും UDF-നും മാറി മാറി വോട്ട് ചെയ്തിട്ടൊന്നും നടന്നില്ല എന്നാണ് അവർ പറയുന്നത്.
അല്ല, അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ പത്മജ മത്സരിച്ച അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും 3-ാം സ്ഥാനത്ത് പോയിട്ടുണ്ട് സുരേഷ് ഗോപി എന്നുള്ള. അതിൽ നിന്ന് വ്യത്യസ്തമായ എന്ത് സാഹചര്യമാണുള്ളത്? മാത്രമല്ല, പക്ഷെ താങ്കളുടെ കഴിഞ്ഞ സഹോദരൻ കെ 3 മുരളീധരന് ഒരേ സ്ഥാനം, ഇനി അഥവാ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ കെ മുരളീധരൻ രണ്ടാമതെത്തുമോ മൂന്നാമതെത്തുമോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതൊന്നും കെ മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തിനെ പറ്റി എൻ്റെ അടുത്ത് ചോദിക്കണ്ട. കാരണം അദ്ദേഹം എൻ്റെ ചേട്ടൻ മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. രാഷ്ട്രീയത്തിൽ ഞാനും ചേട്ടനും എന്താ പറയുക, രണ്ട് വ്യക്തികൾ തന്നെയാണ്. അത് മനസ്സിലാക്കാത്ത ഒരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. കാരണം എന്ത് സ്ഥാനം വരുമ്പോഴും ചേട്ടന് കൊടുത്തിട്ട് പറയും രണ്ടുപേർ കൂടി തരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങ് ഒഴിഞ്ഞു പോന്നപ്പോൾ അവരെ ആശ്വസിച്ചോട്ടെ, എന്നെ ഉള്ളത് മുരളിയേട്ടന് കൊടുത്തോട്ടെ, ഒരു വിരോധവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. നമുക്ക് ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഇത് എത്രയാ 2, 4, 6, 7 നിയമസഭാ മണ്ഡലവും CPM-ന്റെ കയ്യിലാണിപ്പോൾ, അല്ലെങ്കിൽ LDF-ന്റെ കയ്യിലാണ്. മാറാൻ സമയം വേണ്ടല്ലോ. ഇതൊക്കെ മാറാൻ എത്ര സമയം വേണം രാഷ്ട്രീയം? ഇപ്പൊ എന്താ പറയേണ്ടത്, നികേഷിന്റെ പിതാവ് തന്നെ എത്ര കാലം ഒരു പാർട്ടിയിൽ വിശ്വസിച്ച് നിന്നിട്ട് അത് കഴിഞ്ഞ് മാറിയില്ലേ? നോക്കൂ, അത് വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ഇത് അതുപോലെയാണോ? എങ്ങനെയാണെങ്കിലും സ്വന്തം പാർട്ടി മാറിയോ? ആ പ്രസ്ഥാനത്തിനോട് യാത്ര കണ്ടല്ലേ പോയതാ. കാരണം അദ്ദേഹം അത്ര സഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ എൻ്റെ അച്ഛൻ അല്ല, അത് കണ്ടിട്ടുണ്ടെന്നല്ല പത്മജ, വളരെ പ്രധാനമായും അത് കാണണ്ട. കാരണം കരുണാകരനായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആള്. അതെ, ഞാൻ അച്ഛൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളതാണ് കൂടുതൽ കാലം. അമ്മയില്ലാത്ത 17 കൊല്ലം അച്ഛൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, അതിനു മുമ്പും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപി എന്നാണ്, മുരളി തോക്കും. തീർച്ചയായിട്ടും കെ മുരളീധരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം, തൃശ്ശൂരത്തെ കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് അറിയില്ല. അവർ ചിരിച്ചോണ്ട് പല എല്ലാ കോൺഗ്രസ്സുകാരും ഞാൻ പറയില്ല, നല്ലവരുണ്ട്. പക്ഷെ അവിടെ ചിരിച്ചോണ്ട് കഴുത്തറക്കുന്നവരാണ് കൂടുതൽ. പത്മജ വേണുഗോപാൽ, നന്ദി സഹകരിച്ചതിന്.